സിദ്ധുവിനെ ഊറ്റിയാണോ ജീവിക്കുന്നത്? ഞാൻ എന്റെ ഭർത്താവിന്റെ കാശ് ഇഷ്ടമുള്ള പോലെ ചെലവാക്കും. ചിലരങ്ങനെയാടാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓഹോ, അപ്പൊ ഇതൊക്കെ മനസ്സിലാലോചിച്ച് വെച്ചാണോ നടക്കണത്? பொண்ணுங்க கண்டிப்பா வேலைக்கு போய் தான் ஆகணும். ചേച്ചിക്ക് പൈസ കളയ്യ അതെന്തായാലും നിനക്ക് ഇച്ചിരി അനാവശ്യ ചെലവ് കൂടുതലാ. ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേച്ചി സിദ്ധോളെന്റെ അടുത്തല്ലേ ചോദിക്കത്തുള്ളൂ. സന്തോഷ വാർത്തയാണ്, പുതിയ എപ്പിസോഡിന്റെ പ്രമോയിൽ സിദ്ധു ഉണ്ട്. പക്ഷേ ഇത് ഓൾഡ് എപ്പിസോഡ് അല്ലെങ്കിൽ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ച എപ്പിസോഡുകളായിരിക്കും ഇപ്പോൾ ഏറി പോകുന്നത്. അപ്പം ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് സിദ്ധു വേണമെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സല്ലേ. ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുന്നുണ്ട്, ഉപ്പുമുളകിൻ്റെ എപ്പിസോഡിൻ്റെ കമൻറ്റ് സെക്ഷനിലായാലും പ്രൊമോയുടെ കമൻറ്റ് സെക്ഷനിലായാലും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഇനിയും നമുക്കറിയാം സിദ്ധു ചെയ്തൊരു തെറ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് ഒരു ചെറിയൊരു തെറ്റിൻ്റെ പേരിൽ ഒരാളെ ജീവിതകാലം മുഴുവൻ ശിക്ഷിക്കാൻ പറ്റില്ല. അപ്പം അയാൾക്ക് ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വീണ്ടും ഒരു അവസരം, അതിൽ ഉപ്പുമുളകിലേക്ക് പിന്നെ ഒരു തിരിച്ചു വരാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് മേക്കേഴ്സിനെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പം ഇപ്പം ചെയ്തിരിക്കുന്ന വളരെ നല്ല കാര്യമാണ്. കമൻറ്റ് സെക്ഷനിലെല്ലാം സിദ്ധുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻസാണ്. അപ്പം ഇനിയും അത് തന്നെ തുടരുക. അപ്പം നമുക്ക് സിദ്ധുവിനെ ഇനിയും വരുന്ന എപ്പിസോഡുകളിലൊക്കെ പ്രതീക്ഷിക്കാം. നമുക്കറിയാം സിദ്ധു വന്നതിന് ശേഷമാണ് ഉപ്പുമുളകിൻ്റെ ആ TRP എല്ലാം മാറിയത്, വേറെ ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ അത്